ഞാൻ ഇന്ന് ഇങ്ങനത്തെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ഹിന്ദി ടി വിയിലും അവിടെയൊക്കെ വാക്ക് ദ ടോക്ക് കണ്ടിട്ടുണ്ട്. അവിടെ 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും അല്ലേ? ഇവിടെ 9. അപ്പോൾ അവിടെ 10:30 ആയിരിക്കും കിട്ടിയത്. ഞാനിന്ന് ജസ്റ്റ് പുറത്ത് വന്നിരിക്കുകയെന്ന് വിചാരിച്ചില്ല. ഈ സ്വിമ്മിങ് പൂളിൻ്റെ അടുത്ത് കുറച്ച് വെയിലുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുകയും ചെയ്യാമെന്ന് ഓർത്തു. കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാവും തോന്നുന്നു സൗണ്ടിലേ, കാരണം പുറത്തല്ലേ. പക്ഷികളൊക്കെ ഇവിടെ വളർത്തുന്ന പക്ഷികളാട്ടോ. വളർത്തുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് വിട്ടേക്കുന്ന പക്ഷികൾ. ഇതൊക്കെ മേക്കപ്പ് ഇല്ലാത്ത ലുക്കാണ് രാവിലത്തെ. ഇങ്ങനെയും വേണമല്ലോ. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് സംസാരിക്കാമെന്ന് ഓർത്തു. രാവിലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് എന്താണെന്നറിയോ? നമ്മൾ പീപ്പിൾ പ്ലീസിങ് ആവേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും കുറച്ച് 2-3 പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചിയുടെ അച്ഛനെ പറ്റി മാത്രം പറയുന്നുള്ളൂ, അമ്മയെ പറ്റി എന്താ പറയത്തേന്ന് ചോദിച്ചു കേട്ടോ. അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്നൊന്നും പറയണം. അമ്മ പറയണത് നിങ്ങൾ ഇങ്ങനെ തന്നെ പോക്കേണ്ട ആവശ്യമില്ലെന്ന് പറയും. അമ്മ എങ്ങനെയാണ്, ഓരോരുത്തരും ഓരോ ടൈപ്പായിരിക്കില്ലേ. അമ്മയും ഭയങ്കര കേൾക്കില്ല എന്ന് പറഞ്ഞിട്ടോ. കേട്ടോ കാറ്റുണ്ടാക്കും. കഴിയുമ്പോൾ ഞാൻ പറയാം, അല്ലെങ്കിൽ എൻ്റെ സൗണ്ട് ഇങ്ങനെ പറന്നു. അമ്മയ്ക്ക് അമ്മ പറയുന്ന എനിക്ക് അങ്ങനെയൊന്നും കേൾക്കുന്ന ഇഷ്ടമല്ല. അമ്മ പറയണേ. അപ്പോൾ അമ്മേനെ അങ്ങനെ പറയുമ്പോൾ അമ്മയ്ക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്നാന്ന് പറഞ്ഞില്ലല്ലോ. അമ്മ ടീച്ചറാണ്. അമ്മ മഹാരാജാസ് കോളേജിൽ നിന്ന് അന്നത്തെ കാലത്ത് അമ്മയ്ക്ക് 81 years ഉണ്ട്. BA ഒക്കെ കഴിഞ്ഞ് പിന്നെ B.Ed ഒക്കെ എടുത്ത് ഹൈസ്കൂൾ ടീച്ചറായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള SNDP സ്കൂളിൽ റിട്ടയറായി. അച്ഛനെ പോലെയല്ല അമ്മ. എനിക്ക് ഇഷ്ടമല്ല ഫ്രണ്ടായിട്ട് സംസാരിക്കുന്നത്, മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കരുത് എന്നൊക്കെ പറയും. അപ്പോൾ ഓരോരുത്തരുടെ രീതികളാണല്ലോ. അപ്പോൾ നമുക്കതിന് അമ്മയെ കുറ്റവും പറയാൻ പറ്റില്ല. അതൊന്നും അമ്മയുടെ രീതി. ഇത് എൻ്റെ അച്ഛൻ്റെ രീതി എന്താ, ഞങ്ങളുടെ വഴി തനി വഴി എന്ന് പറഞ്ഞ പോലെയാണ് രജനീകാന്തിൻ്റെ സിനിമയിൽ ഞാൻ അച്ഛനും. ശരി, നമ്മൾ പീപ്പിൾ പ്ലീസിങ്ങിനെ പറ്റി നമുക്ക് പറയാമേ. പീപ്പിൾ പ്ലീസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അയ്യോ അവരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് പറയും, അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്നവർക്ക്, ആ പീപ്പിൾ പ്ലീസിങ് ചെയ്ത് ജീവിക്കുന്നവർക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായവും കാണില്ല. കേൾക്കുന്നില്ല കൂടുതൽ, എനിക്കൊന്നും പറഞ്ഞുകൂടെ കേൾക്കുന്നുണ്ടോ. സ്വന്തമായിട്ട് അഭിപ്രായവും കാണില്ല. പിന്നെ തങ്ങളുടെ ഒരു സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ലവും ഒക്കെ അവർ വേണ്ടെന്ന് വെച്ച് കളയും. ഈ ആളുകളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാനായിട്ട് ഒരിക്കലും ഒരു സൊസൈറ്റി നമ്മളെ പറ്റി നല്ലത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കില്ല കേട്ടോ. എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നമ്മൾ ശ്രമിക്കുന്നത് തന്നെ അബദ്ധമാണെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ പീപ്പിൾ പ്ലീസിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ആൾക്കാർ കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരെ എന്തും പറയാം, ഇവരോട് എങ്ങനെ വേണമെങ്കിലും പെരുമാറാം എന്നുള്ള രീതിയായി പോകും. അല്ലാതെ കണ്ട് അത് നമ്മുടെ നല്ല ഒരു ക്യാരക്ടറായിട്ട് ആരും കാണില്ല. ശരിയല്ലേ ഞാൻ പറയുന്നത്? പിന്നെ എന്താ പറയണേ, ഇന്ന് ഞാൻ വിചാരിച്ചു ഫുൾ ടൈം ഇവിടെ ഇരുന്ന് ബുക്കൊക്കെ വായിക്കാം. മോചനം വായിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ട് വെച്ചിട്ട് മറന്നു ഒരു തുടങ്ങിയാണ്. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ മാതൃഭൂമിയിൽ വന്നതാണ്, വായിച്ചു കഴിഞ്ഞായിരുന്നു. ഒന്നുകൂടി ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. പക്ഷെ വായിക്കുമ്പോൾ എനിക്ക് ഭൂട്ടാനൊക്കെ ഇങ്ങനെ പോയ സ്ഥലമായതുകൊണ്ട് കണ്ണിലൂടെ ഇങ്ങനെ പോകുന്നു. അപ്പം പീപ്പിൾ പ്ലീസിങ് നിർത്തുക, പിന്നെ നിങ്ങളെ പ്ലീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇന്നത്തെ എൻ്റെ ആദ്യത്തെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരണേ. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ 2 ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് ചിന്തിച്ച് നോക്കും. എൻ്റെ കാര്യങ്ങൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നല്ലപോലെ ഡ്രസ്സൊക്കെ ചെയ്ത് റിജുവനേറ്റഡ് ആയിട്ട് ഒന്നുകൂടെ വരാം കേട്ടോ. ബൈ. 2 വീഡിയോസ് എടുത്തു മാത്രം, ജസ്റ്റ് ഷോ യു ദാറ്റ്. ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഈ സ്ഥലം. ഇതിനു മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 5th ഫ്ലോറിലാണേ. കണ്ടോ, 60 നിലയുണ്ട്. ഇതിൽ 50ാമത്തെ നിലയിലാണ് ഞങ്ങൾ. 50ാമത്തെ നിലയിലായിരുന്നു ഞങ്ങൾ. ഇപ്പം 31st ഫ്ലോറിൽ. ശരി എന്നാൽ ഓക്കെ, ബൈ.